ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിനകത്ത് ഹൗ ടു ഡീൽ ഇമോഷണൽ റെഗുലേഷൻ എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കടന്നു പോകുന്ന ഒരു ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഗവേൺ ചെയ്യുന്ന ഒരു ഇമോഷൻ എന്താണ്. ഇപ്പോൾ ഓരോരുത്തർക്കും അത് വ്യക്തിപരമായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ പറയും ഞാൻ ഭയങ്കര ഒരു ദേഷ്യക്കാരിയാണെന്ന്. അപ്പം ആങ്കർ എന്ന് പറയുന്ന ഇമോഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വേറൊരാൾക്ക് ഫിയർ ആയിരിക്കും അയാൾക്ക് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ വേറൊരാൾക്ക് സാഡ്നെസ് ആയിരിക്കും. ഇങ്ങനെ പല പല ഇമോഷൻസ് ആയിരിക്കും പലരുടെയും ലൈഫിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പല ഇമോഷൻസ് ആയിരിക്കും ഒരു വ്യക്തിയെ ഗവേൺ ചെയ്യുന്നത്. ചിലർക്ക് ഒരു ഇമോഷൻസും ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും നമ്പായിട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് ഒരു ഇമോഷൻസും ഇല്ല. ഒരുപക്ഷെ കുഞ്ഞിലെയൊക്കെ അവരുടെ ഇമോഷൻസ് അവർ കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കാണിക്കുമ്പോൾ നമ്മൾ നോ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ചുമ്മാ നടന്ന് കരയുന്നത്, നോ, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ സപ്രസ് ചെയ്യുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ അവർ പേടിക്കും. അപ്പോൾ പിന്നെ അവർ ഒരു ഇമോഷൻസും കാണിക്കാറില്ല. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതായത് നമ്മൾ എക്സാമ്പിൾ ഭയങ്കര ഫണ്ണി തിങ് ആണ്. അതായത് നമ്മൾ കരയുവാണെങ്കിൽ പുള്ളിക്ക് ദേഷ്യം വരും. അങ്ങനെ ഒരുപാട് പാർട്ട്നേഴ്സിനെ എനിക്കറിയാം. അപ്പൊ ഈ ദേഷ്യത്തിന്റെ പിന്നിൽ അനലൈസ് ചെയ്ത് പോകുമ്പോൾ എന്താണെന്നറിയാം, പണ്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ദേഷ്യമാണ് വന്നുകൊണ്ടിരുന്നത്. ആരും ആ കരച്ചിലിന് അക്നോളജില്ല. എന്തിനാ കരയണത്, എന്തു പറ്റി എന്ന് വളരെ സ്നേഹത്തോടെ അടുത്ത് വന്നിരുന്ന ആരും ചോദിച്ചിട്ടില്ല. അവർക്കുണ്ടായ ഇമോഷൻ ദേഷ്യമാണ്. അതുകൊണ്ട് പുള്ളിക്ക് ആര് കരയുന്ന കണ്ടാലും പുള്ളിക്ക് ദേഷ്യം വരും ഉടനെ. അപ്പൊ ഇതാണ് ഇത്രയും ഭയങ്കര ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ ഇമോഷൻസിനെ കുറിച്ച്, ഓരോ ഇമോഷനെ കുറിച്ച് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള നമ്മളെ ഗവേൺ ചെയ്യണ ഏത് ഇമോഷൻ ആണെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്തത് എന്തൊക്കെയാണ്, നമ്മളെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും കുറേ. അപ്പോൾ എനിക്കെപ്പോഴും എന്നെ ജഡ്ജ് ചെയ്യണോ, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ എൻ്റെ ട്രിഗറിങ് പോയിന്റ്സ് അതാണ്. അതായത് എനിക്ക് കെയർ വേണം, ബട്ട് ദേ ആർ നോട്ട് ഗിവിങ് മീ കെയർ. ട്രിഗർ ഉണ്ടാക്കിയ ദേഷ്യം, അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടമായിരിക്കും. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിനെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതുണ്ടാക്കിയ ഇമോഷൻ, ഫസ്റ്റ് ട്രിഗർ ചെയ്ത കാര്യം, സെക്കൻഡ് അത് ഉണ്ടാക്കിയ ഇമോഷൻ എന്താണ്. അപ്പം ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ സാധനം. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമുക്കിപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറില്ല. എന്താണ്, നമുക്ക് കൺഫ്യൂഷനാണ്. നമുക്കിപ്പോൾ ദേഷ്യമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ കുറ്റബോധമാണോ, ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. അത് നമുക്ക് ഫീൽ ചെയ്യണം. ആക്ച്വലി ആ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് ആ ഇമോഷൻ എന്നുള്ളത്. അതായത് നെയിം ദ ഇമോഷൻ. ഫസ്റ്റ് നമുക്ക് വരികയാണ്, ഫീലിംഗ് വരികയാണ്. ഫീൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇമോഷനെ നെയിം ചെയ്യാൻ പറ്റണം. എന്താണ് വ്യക്തമായിട്ട് ആ ഇമോഷൻ എന്താണെന്നുള്ളത്. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമോഷൻ്റെയും ഈ പറഞ്ഞ ലേബലിങ്ങിൻ്റെ ഇടയിലൊന്നും നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല. അതായത് പെട്ടെന്നാണ് നമ്മളുടെ റിയാക്ഷൻസ്. അപ്പം ശരിക്കും അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഒരു ഗ്രൗണ്ടിങ്ങും നമുക്കൊരു സമാധാനവും വേണം. കാരണം ഈസി ആയിട്ട് ട്രിഗറിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കപ്പോഴും പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് വരാറുണ്ട്. അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പിന്നെ ഫിസിക്കൽ അറ്റാക്കാണ്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ചിലപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും അടികളും ഒക്കെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതായത് ഈ പ്രണയം കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ ഒരുമിച്ച് കൂടെ താമസിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കൂടെ താമസിച്ചു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഭയങ്കര ഒരു ഫിസിക്കൽ റിയാക്ഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ. അപ്പം ആ ഒരു സ്റ്റേറ്റിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ശരിക്കും ആ റെഗുലേഷനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആ റെഗുലേഷൻ ആദ്യം ഇമോഷൻ മനസ്സിലാക്കുക, ഇമോഷൻ്റെ ഇടയിലുള്ള, അതായത് ആ ഒരു സ്പേസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ സാഡ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാവുകയാണ്, ഞാൻ നെയിം ചെയ്തു, എനിക്കിപ്പോൾ സാഡ്നെസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സ്പേസിലൊന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റണം. ആ സ്പേസിലൊന്ന് ബ്രീത്ത് ചെയ്തിട്ട് ആ ബ്രീത്ത് ത്രൂ ദാറ്റ് ഇമോഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. പതിയെ ആ സാഡ്നെസ്സിൽ ഇരുന്നുകൊണ്ട്, ആ സ്പേസിൽ ഇരുന്നുകൊണ്ട് നമ്മളൊന്ന് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ 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 ആ സാഡ്നെസ് നമുക്ക് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഇമോഷനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായിട്ടും, ആ ഇമോഷൻ പതുക്കെ പതുക്കെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടും, മെല്ലെ മെല്ലെ അത് പോകുന്നതായിട്ടും, അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ അല്ല, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാണ് ജസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഒബ്സർവേഷനിലൂടെ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിൽ പറയാണ്, ദിസ് ഈസ് സേഫ് ഫോർ മീ ആൻഡ് ഇറ്റ് വിൽ പാസ് എന്ന് നമ്മൾ മനസ്സിൽ പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടെക്നിക് ഫോർ ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് ആവാനായിട്ട് നമ്മളൊരു മിനിമം ഒരു സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം മിക്കപ്പോഴും ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ല.
ആ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും, അതിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അക്നോളജ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ബേസിക് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഇനി ഇറ്റ് ഈസ് വെരി സേഫ് ടു ഫീൽ ദിസ് വേ. ഇത് നമുക്ക് എപ്പോഴും തരുന്നത് ആങ്സൈറ്റി ആയിരിക്കും, ഈ ഒരു ഇമോഷണൽ റെഗുലേഷൻ. കാരണം നമ്മൾ കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവാനാണ് ചാൻസ്. അപ്പം നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഇത് സേഫാണ്, നമ്മൾ ഈ ഒരു ഫീലിംഗ് തന്നെ ആയിരുന്നാൽ പോലും ഇറ്റ് ഈസ് സേഫ് ടു ഫീൽ ദിസ് വേ ആൻഡ് ഇറ്റ് വിൽ പാസ് സൂൺ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അക്നോളജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ശരിക്കും ഇമോഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് തന്നെ ടു മൂവ് എന്നാണ്. അത് പതുക്കെ പതുക്കെ മൂവ് ആയിക്കോളും. കാരണം നമുക്ക് തന്നെ അറിയാം, ഇതിനു മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് മാറിയത് എന്നുള്ള ഒരു ചിന്ത മാത്രം മതി നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ ഗ്രൗണ്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ്, എനിക്ക് തോന്നുന്നു എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ എന്തൊക്കെയോ കുറേ ടെക്നിക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെയൊക്കെ നമ്മൾ നേരെയാക്കാനും ആങ്സൈറ്റിയൊക്കെ. അത് കൂടാതെ ഇപ്പോൾ ഒരു പുതിയ ടെക്നിക്ക് 1 2 3 4 5 എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 1 2 3 4 5 എന്ന് പറയുന്ന ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ അത് ആദ്യം 5-ൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അതായത് നമ്മളൊരു ഇത്രയും ഒരു ഇമോഷണൽ ഇംബാലൻസ് ഒരു സ്റ്റേജിൽ നമ്മൾ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു റെഗുലേഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 2 3 4 5-ൽ തിരിച്ച് കൗണ്ട് ചെയ്യുക. 5 എന്ന് പറയുന്ന നമ്പർ എടുത്തിട്ട് 5 കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ കോൺഷ്യസ്ലി ഒബ്സർവ് ചെയ്യുക. അതായത് ഒരു ചെടിയാണെങ്കിൽ ചെടിയിലെ ഇല, ചെടിയുടെ പൂവ്, ചുറ്റിലുമുള്ള കാര്യങ്ങൾ, പ്രകൃതിയാണെങ്കിൽ ആകാശം, അതിൻ്റെ കളറ്, അങ്ങനെയുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുക. ഓക്കെ, അത് നമ്മളുടെ സെൻസസിനെയാണ്. ഓക്കെ, ഷേപ്പ്, കളറെല്ലാം. ഓക്കെ, ഇനി 5 കഴിഞ്ഞാൽ 4 തിങ്സ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. അതായത് നമ്മളിപ്പോൾ ഒരു കസേരയിൽ ഇരുന്നാണ് നമുക്കൊരു ഇമോഷണൽ റെഗുലേഷൻ, ആ ചെയറിൻ്റെ താഴെയുള്ള കുഷൻ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റണം കണ്ണടച്ച്. അതിൻ്റെ ടെക്സ്ചർ ഫീൽ ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഇട്ടിരിക്കുന്ന ഉടുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തൊരു പേനയാണെങ്കിൽ ആ പേന നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആ പേനയെ നമ്മളൊന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പെൻസിലാണെങ്കിൽ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്താണോ നമ്മുടെ ചുറ്റിലും ഉള്ളത് അതിനെ എല്ലാത്തിനെയും, അങ്ങനെയുള്ളൊരു 4 കാര്യത്തിനെ നമ്മൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുക. കണ്ണടച്ച് നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ, അത് ബേർഡ്സിൻ്റെ ചിലപ്പോൾ ഒരു എന്തെങ്കിലും സൗണ്ട് നമുക്ക് കിട്ടുവാണ്, അല്ലെങ്കിൽ ചിലപ്പം റോഡിൻ്റെ ശബ്ദമാണ്, ഹോണിൻ്റെ സൗണ്ടാണ്, എനിത്തിങ്. 3 തിങ്സ് ദാറ്റ് വി ക്യാൻ ഹിയർ. ഇനി 2 നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, തൊട്ടടുത്തിരിക്കുന്ന എന്തെങ്കിലും 2 കാര്യങ്ങൾ നമുക്കെടുത്ത് സ്മെൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അരോമ തെറാപ്പി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് പോയി സ്പൈസസ് മണപ്പിക്കാം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. പെർഫ്യൂം എടുത്ത് മണപ്പിക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്പർ 1 ഫസ്റ്റ്, അതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മളുടെ അടുത്ത് വെള്ളമാണ് ഇരിക്കുന്നതെങ്കിലും അത് പതിയെ കോൺഷ്യസ്ലി വി ഹാവ് ടു സിപ്പ് ഇറ്റ്. എന്നിട്ട് അതിനെ ടേസ്റ്റ് ചെയ്യുക, അതിൻ്റെ തണുപ്പ് ടേസ്റ്റ് ചെയ്യുക, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് കോൺഷ്യസ്ലി അവെയർ ആവുക. ഈ 1 2 3 4 5 ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു അന്നേരം ഉണ്ടായ ഒരു ഇമോഷൻ്റെ റെഗുലേഷനിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ 100% പറ്റും. ഓക്കെ, ഇനി സെൽഫ് സൂത്തിങ് ആയിട്ടുള്ള മറ്റുള്ള ടെക്നിക്സിൽ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കോൾഡ് ഷവർ. പെട്ടെന്ന് തന്നെ പോയി തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കുക. ഇല്ലെങ്കിൽ വേഗൽ നെർവ് സ്റ്റിമുലേഷൻ്റെ ബെസ്റ്റ് തിങ്, നമ്പർ 1 തിങ്, തണുത്ത ഐസ് വാട്ടർ എടുത്ത് മുഖം, കൈയും കാല് ഗാർഗിൾ ചെയ്യുക, കുറച്ച് വെള്ളം കുടിക്കുക. പറ്റുകയാണെങ്കിൽ, കുടിക്കുന്ന ശീലമാണെങ്കിൽ ഇത്രയും തണുത്ത വെള്ളം വെച്ചിട്ട് കഴുകുക. ഓക്കെ, ആൻഡ് ഫേസിൽ ഉറപ്പായിട്ടും തണുത്ത വെള്ളം. ഇനി എന്തെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ പീസ് കഴിക്കുക, മധുരം എന്തെങ്കിലും, അതും നമുക്കൊരു സെൽഫ് സൂത്തിങ് ടെക്നിക്കാണ്. ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. വെറുതെ ആണെങ്കിൽ ഒരു 3 കൗണ്ട് ഇൻഹെയിൽ ചെയ്യുക, 3 കൗണ്ട് എക്സെയിൽ ചെയ്യുക. നമ്മളുടെ പെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കളിക്കാം. എനിക്ക് എൻ്റെ മൂഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമഡി സീൻസ് കാണുക. അതെൻ്റെ എനിക്ക് എഫക്റ്റീവ് എന്ന് തോന്നുന്ന കാര്യമാണ്. പിന്നെ ലാവൻഡർ ഓയിൽ, ഒരു കുപ്പി ലാവൻഡർ ഓയിൽ ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചേക്കുക. ഇറ്റ്സ് എ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അരോമ തെറാപ്പി എന്ന് പറഞ്ഞാൽ ലാവൻഡർ ഓയിലാണ്. നമുക്ക് ആങ്സൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു സെൽഫ് സൂത്തിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് റിസർച്ചുകൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ റെഗുലേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഡ്നെസ് ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, എന്ത് ഇമോഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. 100% ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്.